അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെല്ലാം
അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആശ്രയിക്കുന്ന ഭവനരഹിതര്, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാനും പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസ്തൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളതെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ടത് ദൈവം ഭാവി കാലത്തെ എങ്ങനെ നമ്മുടെ ഭാവി കാലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഹവയോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? പക്ഷെ ദൈവം ഉദ്ദേശിച്ച അവളെ അനുദപിക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ചാൻസ് കൊടുക്കുന്നത്. അനുദപിക്കാൻ അവസരമാണതേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ വഴിക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞ കാരണം അത് മനസ്സിലായില്ല. അനുദപിക്കാൻ അവസരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരുമെന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അനുദപിക്കാൻ ദൈവം ഇങ്ങനെ അവസരം കൊടുക്കും, പക്ഷെ മനസ്സിലാകത്തില്ല ചിലർക്ക്. അതാണ് വിഷയം. ഇപ്പം നമ്മുടെ മുതിർന്നവർ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായി നമ്മൾ ചെയ്തു, അപ്പോൾ ചിലപ്പോൾ അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ ചോദിക്കണത്. എനിക്ക് വേറെ പടിയൊന്നുമില്ല അതിനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ചോദിച്ച അനുദപിക്കാനുള്ള അവസരത്തെ നമ്മുടെ തെറ്റുകളെ നീതീകരിക്കാൻ വേണ്ടി നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യും. അതുതന്നെയാണ് കായരും ചെയ്തത്. എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? പക്ഷേ അനുദപിക്കാൻ വേറെ ഒരാളിനൊരു അവസരം കൊടുത്ത് അയാളോടും ചോദിച്ചു. അയാൾ യൂറിയായെ കൊന്നു, അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി. അയാൾ അന്നത്തെ ഗതികെട്ട ജീവിതം കൊണ്ടാണ്. അയാളുടെ വൈഫൊക്കെ അയാളെ എതിർപ്പായിരുന്നു അയാളോട്, ദാവീദിനോട്. അയാൾ ഇസ്രായേലിന് വേണ്ടിയും ജീവമരണം വെച്ച് കർത്താവിൻ്റെ ഓഹരിയായ ഇസ്രായേലിന് വേണ്ടി നിലനിന്നതാണ്. കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാത്തൊരു മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ പലതുകൊണ്ടും അവഗണന, മോസസിനെ ഉണ്ടായിരുന്ന പോലുള്ള അവഗണന ഇയാൾക്കുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കൊന്നും വേണ്ടി കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു. അതിൻ്റെ പേരിൽ നമ്മൾ ഓർക്കണം, എപ്പോഴും നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്, അവഗണന വരുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. അത് മറന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും അബദ്ധങ്ങൾ സംഭവിക്കും. ദാവീദിന് അങ്ങനെ അവഗണന വന്നതാണ്. സ്വന്തം വൈഫിൽ നിന്നൊക്കെ കളിയാക്കുമായിരുന്നു. നീ രാജാവാണോ, തുണിയില്ലാതെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണം, നാളെ ഉണ്ടാതൊക്കെ അവർ ചോദിക്കുക. ഇയാളോട് ഇയാൾക്ക് ഒരു അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ ബർശീബയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആകർഷണനായി. പിന്നെ അതെല്ലാം അബദ്ധമായിപ്പോയി. അബദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം ഇയാളോട് ചോദിക്കും, നീ എന്താണ് ചെയ്തത്? ആ ചോദ്യം തന്നെയാണ് കായനോടും ആ ചോദ്യം തന്നെ അവയോടും ചോദിച്ചത്. പക്ഷെ ഇവനോട് ചോദിക്കുമ്പോൾ ഉത്തരം വ്യത്യസ്തമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് 2 സാമുവേൽ 12:9 എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, നാഥാനിലൂടെയാണെന്നേ ഉള്ളു, എന്തുകൊണ്ട് നീ എന്റെ വചനം അനുസരിക്കാതെ ഈ തിന്മ ചെയ്തു എന്ന് ദൈവം ചോദിക്കുകയാണ്. പക്ഷെ ആ പാവപ്പെട്ട ഉത്തരം കേട്ടെ, 2 സാമുവേൽ 12:13 അത് അവയുടെ ഉത്തരമല്ല,
അത് കായേൻ്റെ ഉത്തരമല്ല. അതാണ് ദാവീദ് എന്ന് പറയുന്നത്. അവന് അത് അനുദപിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലായി ആ ചോദ്യം. നീ എന്തുകൊണ്ട്, എന്താ ചോദ്യം എന്താണ്? എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് ദാവീദിന് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഈ ഹവ്വായും ദാവീദും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ തെറ്റ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവനെ അബാൻഡൻ ചെയ്യുന്നില്ല. കാര്യം നമുക്ക് 8855 വാഗ്ദാനങ്ങളിലുള്ളതിൽ ഒരു വാഗ്ദാനം ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് എന്നുള്ളതാണ്. അത് വാഗ്ദാനമാണ്. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പം ആ ഒരു പ്രൊവിഷനിൽ പരിശുദ്ധാത്മാവ് പിടിച്ചു നിൽക്കുകയും ഇവനെ ലെഫ്റ്റ് ഓർഫണാക്കണില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചങ്ക തകർന്ന് ചോദിക്കണതാണ്, എന്താണ് നീ എന്നെ അനുസരിക്കാഞ്ഞത്? ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്തുകൊണ്ട് നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പം ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇങ്ങനെ കായം പറഞ്ഞ വാക്കല്ല. ഞാനാണ് സഹോദരൻ്റെ കാവൽക്കാരൻ. ഹവ്വ ചോദിച്ചില്ലേ, സർപ്പവനെ വഞ്ചിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ദാവീദിൽ, അത് പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട് അത് പറയും. എന്താ ദാവീദ് പറഞ്ഞെന്ന് വെച്ചേ, 2 സാമുവേൽ 12:13 ഞാൻ കർത്താവിനെതിരായി ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതാണ് സംഭവം. ആ വിഷയം കർത്താവിന് കായനോടും പറയാമായിരുന്നു, ഹവ്വായോടും പറയാമായിരുന്നു. കാര്യം ദൈവത്തിന് ഒറ്റ വാക്കിൽ തീരാനുണ്ടായിരുന്നുള്ള വിഷയങ്ങളെല്ലാം. ഇവർ രണ്ട് കക്ഷികളും അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു. ഇവനോട് അവർ തൽക്ഷണം കിട്ടി കണ്ടില്ലേ? എന്താ കാര്യം? ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അതാണ് ദാവീദ് പറഞ്ഞു. കർത്താവിനെതിരായി പാപം അംഗീകരിച്ച സംഭവം അത് വല്ലാത്താണ്. നമുക്ക് അനുതാപം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗം അംഗീകരിക്കലാണ്. അബദ്ധം പറ്റിയത് അംഗീകരിക്കും. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ, ദൈവതിരുസന്നിധി നിലനിൽക്കാനുള്ള ഒരു മാർഗം അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. അംഗീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണം വരെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം. നിങ്ങളിന്ന് ഭാവിയിൽ എത്ര കേമന്മാരായാലും, എൻ്റെ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു, കർത്താവിനെ കൈവിട്ട കാലം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകണം. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആത്മാവിൽ വളർത്തും. ദാവീദ് എന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതാണ് ദാവീദും കായേനും ദാവീദും ഹവ്വായും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദാവീദോട് പരിശുദ്ധാത്മാവ് പറയും, നീ അപ്പായോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എടുത്ത് കളയരുത് എന്നാണ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ്. കാര്യം തള്ളിക്കളയുക, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. കാര്യം അത് വാഗ്ദാന പ്രകാരമാണ് ആ പ്രാർത്ഥന പോണത്. അതായത് ദാവീദ് എന്നിട്ട് ദൈവത്തോട് പറയും, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാവനം എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അങ്ങനെ ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാ വാഗ്ദാനത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുക. ആ വാഗ്ദാനം കിടക്കണ എവിടെയാണ്? 1 സാമുവേൽ 12:22 തന്റെ ഉത്കൃഷ്ട നാമത്തെ ഫോർ ഹിസ് ഗ്രേറ്റ് നെയിം സേക്ക്, തന്റെ ഉത്കൃഷ്ട നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ഫോർ ദ ലോർഡ് വിൽ നോട്ട് forsake his people, കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അപ്പൊ നമ്മളെ ദൈവം ഇപ്പൊ നമ്മളെ പാപികളാണെങ്കിലും ദൈവം നമ്മളെ പരിത്യജിക്കാതിരിക്കുന്നത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ പ്രതിയാണ്. ഈ ഒരു പ്രൊവിഷനിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്ത് പ്രാർത്ഥിക്കുന്നത്? സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്,
അങ്ങയുടെ പരിപാവന എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കർത്താവിന് തിരുസന്നിധിനെ ദാവീദിനെ നിലനിർത്തും. ഈ നിലനിർത്താൻ സഹായിക്കുന്നത് ദാവീദിൻ്റെ അനുതാപം തന്നെയാണ്, പിന്നെ ദൈവസ്നേഹവും. കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയ ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ വിഷയം അതുപോലെ ആരുടെയും മേൽ കെട്ടിവെക്കാതെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അതിന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപപ്പെടുന്നതും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും നല്ല റെക്ടിഫിക്കേഷൻ നമുക്ക് കിട്ടണം. കർത്താവിൻ്റെ തിരുസന്നിധി വ്യാപരിക്കാൻ നിലനിൽക്കാൻ നമുക്ക് ന്യായം കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്തെ നമ്മൾ കാണേണ്ടത്. തിരുക്കുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അമ്പിളി ഡിൻഡോ. ഞാൻ ആളൂർ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ വരുന്നു. ഞാൻ ഒരു നേഴ്സായി UK വർക്ക് ചെയ്യുകയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബിൽ ആകസ്മികമായിട്ട് ഒരു അച്ഛൻ്റെ ധ്യാനം കാണാനിടയായി. ഒത്തിരി ഇഷ്ടത്തോടെ അല്ലെങ്കിലും ഞാൻ പിന്നീടുള്ള ധ്യാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സെപ്റ്റംബർ 2022 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. 90 ദിവസം 100% ആത്മാർത്ഥതയോടുകൂടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ചു പോയി. അങ്ങനെ 2025 മെയ് മാസത്തിൽ എൻ്റെ 2 ബ്രസ്റ്റിലും ചെറിയ നോഡ്യൂൾസ് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഒത്തിരി പേടിച്ചു. ഞാൻ ക്യാൻസർ ആയിരിക്കുമെന്നൊക്കെയുള്ളൊരു ഭയം എന്നെ ഭയങ്കരമായിട്ട് അലട്ടിയിരുന്നു. മാനസികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വേദനിച്ചിരുന്നു. ആ സമയത്ത് ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. തീർത്ഥാടന ഉടമ്പടി എടുത്ത സമയത്തുണ്ടായിരുന്ന ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു. ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ പ്രാർത്ഥനാ സഹായം വിളിച്ച് അപേക്ഷിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നെ അവർ അവിടെയുള്ള ബ്രസ്റ്റ് ക്ലിനിക്കിലേക്ക്, അതായത് ക്യാൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അൾട്രാസൗണ്ട് സ്കാനിന് വേണ്ടി അവർ റെഫർ ചെയ്തു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞ ബൈബിൾ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സ്കാൻ ചെയ്തു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നത് ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. അതൊരു ഹോർമോണൽ ചേഞ്ചസ് ആണ്, അല്ലാതെ അതിൽ ക്യാൻസറിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അവരെ സാക്ഷ്യപ്പെടുത്തി. ഞാൻ ഒത്തിരി നൊമ്പരപ്പെട്ടിരുന്ന സമയങ്ങളായിരുന്നു. മാനസികമായി ഞാൻ ഒത്തിരി തളർന്നിരുന്ന സമയത്ത് എനിക്കെൻ്റെ തമ്പുരാൻ ഒരു വചനം നൽകി അനുഗ്രഹിച്ചു. അതായത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായമാണ്. അതിൽ ഒരു കുറച്ച് വചനങ്ങളുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ നീ അറിയാത്ത ജനതകളുടെ മുൻപിൽ നിന്നെ ഞാൻ സാക്ഷിയായി നിർത്തും. നീ അവരുടെ മുൻപിൽ ദൈവത്തെ പ്രകീർത്തിക്കാനായിട്ട് ഇടവരും. അതെനിക്ക് ആദ്യകാലങ്ങളിലൊന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ വായിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. എങ്കിലും പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത്. ഈ അൾത്താരയിൽ വന്ന് അത് എന്നെ അറിയാത്ത വ്യക്തികളുടെ മുൻപിൽ ഈശോയെ സാക്ഷ്യപ്പെടുത്താനാണ് അതിലൂടെ എനിക്ക് ആ ഒരു മെസ്സേജ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ആ സൗഖ്യത്തിന് ഒരുപാട് നന്ദി തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ UK അവിടെ ഒരു ഭവനം സ്വന്തമായി ലഭിക്കാൻ നല്ല പാടാണ്. അതും പലതരത്തിലുള്ള ഭവനങ്ങളുണ്ട്. ഡിറ്റാച്ച്ഡ് ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഹൗസാണ്. അത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പം പല വീടുകളും ഞങ്ങൾ പോയി കണ്ടു, പക്ഷേ ഒന്നും ശരിയായില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. ആ ഭവനം കാണാൻ പോകുന്ന വ്യൂവിങ്ങിന് പോയ സമയത്ത് ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി ഞാൻ ഉടമ്പടി ഉപ്പ് ആ ഭവനത്തിൻ്റെ കോമ്പൗണ്ടിൽ ഇട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ ഭവനത്തിൻ്റെ ഭിത്തിയേൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം ഞാൻ അവിടെ ഒരു ചെറിയൊരു കല്ലിൻ്റെ താഴെ ഇവിടുന്ന് കിട്ടി എനിക്കൊരു ഉടമ്പടി കാശ്രൂപമല്ല, അല്ലാത്ത ഒരു കാശ്രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കാശ്രൂപം അവിടെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഈ ഭവനം എൻ്റെ കൈ കിട്ടി, എനിക്ക് തിരിച്ചു വന്ന് ഈ കല്ലിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് ആ കാശ്രൂപം എനിക്കെടുക്കാനായിട്ട് അമ്മ അനുവദിക്കണമെന്ന്. അതുപോലെ തന്നെ ആ ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. ഭവനം ഞങ്ങളുടെ കൈകളിൽ ലഭിച്ചു. ആ കാശ്രൂപം എനിക്ക് അവിടുന്ന്
രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കാശ് രൂപം എനിക്ക് എടുക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഞങ്ങൾക്ക് ലഭിച്ച ഭവനത്തിൽ നിന്നും ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. എനിക്ക് ഡ്രൈവ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്കൊരു വാഹനം ആവശ്യമായിരുന്നു. അപ്പം അമ്മയോട് ഞാൻ അവിടെ വെച്ച് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്ന സമയത്തൊരു നിയോഗം വെച്ചിരുന്നു. എനിക്ക് സിൽവർ ഗ്രേ കളറിലുള്ളൊരു കാറ് നൽകി അനുഗ്രഹിക്കണം, അമ്മ തന്നതാണ് എന്നുള്ള ഉറപ്പിനായിട്ട്. അതുപോലെ തന്നെ അമ്മയുടെ നിറമുള്ള ഒരു കാറ് ഞങ്ങൾക്ക് നൽകി അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ചതെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ സമർപ്പിക്കുന്നു. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലെയും ഞാൻ സ്റ്റാറ്റസായും മറ്റുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡും ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എന്നോട് ആരെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വന്നാൽ ഞാൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അവർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ജപമാല കൂട്ടായ്മയുണ്ട്. ഒരു ചെറിയ ജപമാല കൂട്ടായ്മയാണ്. ഞങ്ങൾ ഒരു 3-4 പേര് കൂടി ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിന്നെ അവിടെ നമുക്കങ്ങനെ പുറത്ത് ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമില്ല. ഞാൻ ഉപവാസമെടുക്കുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഞാൻ എൻ്റെ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ വിഹിതം ഞാൻ അവിടുത്തെ ഫുഡ് ബാങ്കിൽ ഞാൻ അവർക്ക് അവിടെ ഷെയർ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു പ്രത്യേക ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ പണ്ടും വിശുദ്ധ കുർബാനയ്ക്കും എല്ലാത്തിനും ഞാൻ പങ്കെടുക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാനയോട് കൂടുതൽ ഈശോയോട് കൂടുതൽ ഇഷ്ടത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനുള്ളൊരു വലിയ കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യ കാലഘട്ടങ്ങളിൽ നിന്നും ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, ഉടമ്പടി ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഉടമ്പടി, എങ്ങനെയാണ് ഒരു ഉടമ്പടി എന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മാറ്റിമറിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു വ്യക്തിയായി നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാം എന്നതാണ് ഉടമ്പടിയുടെ അർത്ഥമെന്ന് എനിക്കിപ്പം മനസ്സിലായത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കുമ്പസാരിക്കുന്നത് ഒരു 15 ദിവസം 20 ദിവസം കൂടുമ്പോൾ സാരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതുവരെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്കും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരുപാട് ഈ പുണ്യ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി. ഞാൻ പാലാ മണലിങ്കൽ ഇടവാങ്ങാമാണ്. ഞാൻ അയർലൻഡിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എബി മാത്യു, മോൻ്റെ പേര് ഡിവോൺ, മോളുടെ പേര് ഡിയോണ. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത് ഫേസ്ബുക്കിൽ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ്. ഞാൻ സൗദിയിൽ നേഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബോംബെയിലും കൊച്ചി നാട്ടിലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ OET എഴുതാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. പക്ഷേ സൗദിയിൽ 8 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഇംഗ്ലീഷ് അത്ര വശമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് ഒരു സാക്ഷ്യം കേട്ടു. ഉടമ്പടിയിലൂടെ OET ലഭിച്ച സാക്ഷ്യങ്ങൾ കേട്ടു. പക്ഷേ ഉടമ്പടി എന്താണെന്ന് എനിക്കൊരറിവുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ റൂമിൽ പുതുതായിട്ട് വന്ന ഒരു സ്റ്റാഫ് ഉടമ്പടി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ ഒരു 6 നിയോഗങ്ങൾ എഴുതി രാവിലെ പ്രാർത്ഥിച്ചു തുടങ്ങി. എനിക്ക് പ്രാർത്ഥനകളൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഞാനിങ്ങനെ നിയോഗങ്ങൾ സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നിട്ട് നാട്ടിൽ അവധിക്ക് വരുന്ന സമയത്ത്, അവധിക്ക് 1.5 മാസത്തെ അവധിയുള്ള ആ 1.5 മാസം കൊണ്ട് എനിക്ക് എക്സാം എഴുതണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഉടമ്പടി എടുക്കണം. അങ്ങനെ വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യമേ തന്നെ ഞാൻ OET എക്സാം ബുക്ക് ചെയ്തു. അതിനുശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരികയും ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു പോരുകയും ചെയ്തു. എനിക്ക് പഠിക്കാനൊന്നും അധികം നേരം കിട്ടത്തില്ലായിരുന്നു. രാവിലെ ക്ലാസ്സിന് പോകുന്നു, വൈകിട്ട് വരുന്നു, വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ധ്യാനം കേൾക്കുന്നു, പ്രാർത്ഥനകൾ ചെല്ലുന്നു, ബൈബിൾ വായിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. പ്രാർത്ഥന മാത്രമാണ് ഞാൻ ആശ്രയിച്ചത്. എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് വരെ പറഞ്ഞു 6 മാസമെങ്കിലും പഠിക്കാതെ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഉടമ്പടിയിൽ മാത്രം ആശ്രയിച്ച് ഞാൻ പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോയപ്പോഴാണെങ്കിലും ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചു. കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എക്സാം പേപ്പറിൽ വെക്കുകയും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച്
ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ലിസണിങ് ഭയങ്കര പാടായിരുന്നു. പക്ഷേ പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഓരോന്നിങ്ങനെ നിർത്തി അതായത് എക്സാമിന് ആ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് എഴുതേണ്ട സ്ഥലം വരുമ്പോൾ എനിക്ക് നിർത്തി പറയുന്ന പോലെ എനിക്ക് നന്നായിട്ട് ക്ലിയറായിട്ട് കേൾക്കാമായിരുന്നു. അതുപോലെ തന്നെ സ്പീക്കിങ്ങിനാണേലും എനിക്ക് കിട്ടിയ 2 ടോപ്പിക്കുകളും വേറെ അതിനു മുന്നേ കയറിയ ആളുകൾ അവർക്ക് കിട്ടിയതും അതേ സെയിം ടോപ്പിക്കായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകാനും പറ്റി. അങ്ങനെ അതും നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റി. അതുപോലെ റൈറ്റിങ്ങിനാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടുമോയെന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് അയർലൻഡ് സ്കോർ കിട്ടിയാൽ മതി, അന്നേരം 2 Bയും 2 C+ കിട്ടിയാൽ മതിയായിരുന്നു, അത് തന്നാൽ മതി എന്നാണ് ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറയുമ്പോൾ മാതാവേ അത് നീ തന്നതല്ലേ, അപ്പം എനിക്ക് അത് ഫുൾ B തന്നെ കിട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ഫുൾ B കിട്ടി, 4നും B കിട്ടി. അത് മാതാവ് തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതിനുശേഷം 2021 ഏപ്രിൽ 7-ാം തീയതി എനിക്ക് അയർലൻഡിൽ പോകാൻ പറ്റുകയും നവംബറിൽ എൻ്റെ ഫാമിലി അങ്ങോട്ട് വരികയും ചെയ്തു. പിന്നെ അതിനുശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്ന സമയത്തൊന്നും ഇവിടെ കൊറോണയുടെ സമയമായതുകൊണ്ട് എനിക്ക് അന്നേരം പറയാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ 2023 നാട്ടിൽ വരുന്നത്. ആ സമയത്ത് ഞാൻ വന്ന് വീണ്ടും പുതിയൊരു ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. 8 വർഷമായിട്ട് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഫസ്റ്റ് നിയോഗം എനിക്കൊരു കുഞ്ഞിനെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയി. അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, കാരണം അന്നും 2 ആഴ്ചത്തെ ഒരു അവധിയുള്ളായിരുന്നു. അപ്പോൾ ആ സമയത്ത് അയർലൻഡിൽ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ അവിടെ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ വിജയകുമാർ ബ്രദറിനോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് എന്നെ സാക്ഷ്യം പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയത് സാക്ഷ്യം പറയാൻ. പിന്നെ അന്ന് അച്ഛനെ ഞാൻ നേരിട്ട് കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 2024 മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2024 നവംബർ 13 എനിക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പറയാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. എനിക്ക് സ്കാനിങ് ചെയ്ത സമയത്ത് 3 മാസമായപ്പോഴാണ് ഞാൻ സ്കാനിങ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് 2 വലിയ ഫൈബ്രോയിഡ് എൻ്റെ ഗർഭപാത്രത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിനത് റിസ്ക് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടി. അപ്പോൾ സിസേറിയൻ ആയിരിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇന്നപോലെ ഈ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്ത് കളയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഫൈബ്രോയിഡ് കളയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞുള്ളൂ, കൊച്ചിനെ കിട്ടുക എന്നുള്ളതാണല്ലോ എൻ്റെ പ്രയോറിറ്റി, ഫൈബ്രോയിഡിൻ്റെ കാര്യം പിന്നെയാണല്ലോ നോക്കാം, മാതാവ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്തോ, എങ്ങനെ എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്, അത് കളയത്തില്ലെന്ന് അവർ ഉറപ്പായിട്ടും പറഞ്ഞു. ഇനി അത് തന്നെ ചുരുങ്ങി പോവുക എങ്ങനെയാണെന്ന് വെച്ചാൽ മാതാവിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ സിസേറിയൻ്റെ സമയത്ത് കൊച്ചിനെ ആദ്യം കാണിച്ചു, അതിനുശേഷം ഇവർ ഈ ഫൈബ്രോയിഡ് കൊണ്ട് കാണിച്ചു. എന്നോട് ചോദിച്ചു പോലുമില്ല. അവർ പറഞ്ഞു അത് 2 റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അതിനെല്ലാം കോടാനുകൂടി നന്ദിമായി കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് 1000 നന്ദി. എൻ്റെ പേര് ഡിനു, ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു. ഞാൻ ലാസ്റ്റ് 9 മാസമായി അയർലൻഡിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 5 ഓഗസ്റ്റ് 2024 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മാൽദീവ്സിൽ 2014 തൊട്ട് നേഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു. പക്ഷേ അവിടെയുള്ള ജോലിയുടെ സ്ഥിരത നമുക്ക് ഉറപ്പുള്ളതല്ല, എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഫാമിലി ആയിട്ട് ഞാൻ അവിടെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ള സാഹചര്യം വന്നപ്പോൾ OET എഴുതേണ്ട ഒരു സാഹചര്യം വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. എനിക്ക് ഇംഗ്ലീഷിന് വളരെ കുറഞ്ഞ മാർക്കാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ വളരെ പുവറാണ്. 2020 ഞാൻ ഒരു പ്രാവശ്യം OET എഴുതിയെങ്കിലും എനിക്കത് കിട്ടിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. 2020 OET പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞിട്ട് കൃപാസന മാതാവിൻ്റെ സഹായത്താൽ നമുക്ക് OET പാസ്സാകാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ OET ഒന്നുകൂടി എഴുതുന്നുണ്ടെങ്കിൽ
ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഞാൻ എഴുതുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സാഹചര്യവശാൽ രണ്ടാമത്തെ കുഞ്ഞുണ്ടായ സമയത്തിന് ശേഷമാണ് ഈ ജോലിയുടെ ബുദ്ധിമുട്ട്, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നത്. അതിനാൽ OET എഴുതാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ മാൽദീവ്സിലായതിനാൽ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അന്നേരം ഈ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പത്രം ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ട്, എങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായത്. അങ്ങനെ നിബന്ധനകളെക്കുറിച്ചും ഒക്കെ വായിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ എനിക്ക് ആഗ്രഹം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വന്ന് എടുക്കണം എന്നാണ്. പക്ഷേ സാഹചര്യവശാൽ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി, പേപ്പറിൽ ഉടമ്പടി എടുത്താലല്ലോ, മാതാവുമായിട്ടല്ലേ ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പം എല്ലാ നിബന്ധനകളും പാലിച്ച് ഞാൻ അതുപോലെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും OET പാസ്സാകാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ OET പഠിക്കാൻ തുടങ്ങി. എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു. അന്നേരം ജസ്റ്റ് 1 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ജോലിക്ക് പോകണം. ഞങ്ങൾ അവിടെ മാൽദീവ്സിലായിരുന്നതിനാൽ എനിക്ക് ഫാമിലി സപ്പോർട്ടൊന്നുമില്ല. ആ സമയങ്ങളിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതിനിടയ്ക്ക് എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പാടുള്ള സമയത്താണ്. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിലും എനിക്കതൊരു പൂർണ്ണമായ വിശ്വാസമില്ല. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും. ഇപ്പോൾ പലരും പറയുന്നുണ്ട് സുഗന്ധാഭിഷേകം ലഭിച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കതൊക്കെ വെറുതെ പറയുന്നതാണോ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിൽ ഞാൻ കേട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ശക്തമായ മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഇതെന്താ മുല്ലപ്പൂവിൻ്റെ മണം എന്നോർത്ത് ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കൂടെ മൂത്ത മകളുണ്ടായിരുന്നു. അവൾ പറഞ്ഞു അവൾക്കും മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു എന്ന്. പക്ഷേ ഹസ്ബൻഡിന് മണം അനുഭവപ്പെട്ടില്ല. അത് എനിക്ക് വലിയൊരു വിശ്വാസത്തിൻ്റെ അനുഭവമായി മാറി. മാതാവിന് സഞ്ചാരി മാതാവാണ്. അത് മാതാവിനിപ്പോൾ മാൽദീവ്സ് എന്നല്ല, എവിടെയാണേലും എൻ്റെ അടുത്ത് സഞ്ചരിക്ക് എത്താൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് അന്നേരം അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. മാൽദീവ്സിൽ പള്ളിയൊന്നും ഇല്ലാത്തതിനാൽ എനിക്ക് കുർബാനയ്ക്കൊന്നും പോകാൻ കഴിയുമായിരുന്നില്ല. എന്നാലാണ് ഓൺലൈനായിട്ട് കുർബാന എന്നും കാണാൻ തുടങ്ങി. എന്നും പ്രാർത്ഥന ചെല്ലും. കറക്റ്റ് 2 മണിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഞാൻ പ്രാർത്ഥന ചെല്ലും. അങ്ങനെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലാത്തതിനാൽ ഞാൻ കാശ് അയച്ചു കൊടുത്ത് വീട്ടിൽ മമ്മിയെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ കാശ് കൊടുക്കുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് സെർവ് ചെയ്യുന്ന ആളെയൊക്കെ പൈസ കൊടുത്ത് ഫുഡ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ OET എഴുതാൻ വേണ്ടി ജൂണിൽ നാട്ടിൽ വന്നു. എനിക്ക് ഉടമ്പടിയുടെ വസ്തുക്കളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മമ്മി എൻ്റെ വീടിൻ്റെ അയൽവാസികൾ 2 പേരും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ച് ഉപ്പ് തരുമോയെന്ന് ചോദിച്ചു. പക്ഷേ അവർ ഉപ്പ് തരാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു അച്ഛൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ പിന്നീടുള്ള അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, അവർ മമ്മിയിൽ ഉപ്പ് കൊടുത്തു. അങ്ങനെ ഞാൻ OET എക്സാമിന് വന്നപ്പം ഉപ്പും കൊണ്ടാണ് എക്സാമിന് പോയത്. ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഓരോ മോഡ്യൂളിലും ഓരോ പേപ്പറിലും ഞാൻ ഉപ്പ് ചെറുതായിട്ട് തൊട്ട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും അറിയായിരിക്കും ഉപ്പ് നമുക്ക് അതിനുള്ളിൽ കയറ്റാൻ പറ്റില്ല. ഒരു പൗച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതിൽ ഉപ്പ് വളരെ തീരെ പൊടിയാണ് ഇട്ടത്, ആർക്കും കാണാൻ പറ്റാവുന്ന രീതിയിലല്ല. അതുകൊണ്ട് തന്നെ അവർ ചെക്ക് ചെയ്തപ്പോൾ അവർക്കത് നോക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ആ ഉപ്പിൻ്റെ സാന്നിധ്യത്തിലാണ് ഓരോ മോഡ്യൂളും എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. എനിക്ക് ആകെ 2-3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എക്സാമിന് കഴിഞ്ഞ് തിരിച്ചു പോയി. റിസൾട്ട് വരുന്നതിന് മുന്നായിട്ട് എനിക്ക് സ്വപ്നത്തിൽ മാതാവിൻ്റെ 12 നക്ഷത്രം വെച്ച മാതാവിൻ്റെ സ്വപ്നം കണ്ടു. അതേപോലെ റിസൾട്ട് 3 Bയും 1 C ആണോ C+ ആണോ എന്ന് എനിക്ക് അറിയില്ലാതെ തന്നെ ആദ്യം തന്നെ റിസൾട്ട് വരുന്നതിന് തന്നെ ഞാനത് സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ C+ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 3 Bയും 1 C ആണ് ഉണ്ടായത്. ആ റിസൾട്ട് വെച്ചിട്ട് എനിക്ക് എവിടെയും പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ ഞാൻ നോക്കുമ്പോൾ C വെച്ച് റൈറ്റിങ്ങിനാണ്. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുക എന്ന് എന്നെ പഠിപ്പിച്ച ട്യൂട്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ റീവാലുവേഷന് കൊടുത്തു. സാധാരണ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ മിനിമം 1.5 മാസമെങ്കിലും എടുക്കും. അങ്ങനെയുള്ള സമയത്ത് 9 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു. റിസൾട്ട് ഞാൻ തുറക്കുന്നതിന് മുന്നേ പോലും മുട്ടുകുത്തി നിന്ന് മാതാവിൻ്റെ മുന്നിൽ വിശ്വാസപ്രമാണം പ്രാർത്ഥിച്ച് ഉപ്പ് വെച്ച് ഫോണിൽ വരച്ചിട്ടാണ് ഞാൻ റിസൾട്ട് തുറന്നത്. അങ്ങനെ മാതാവിൻ്റെ സഹായത്താൽ അങ്ങനെ OETക്ക് എനിക്ക് C+ റൈറ്റിങ്ങിന് കിട്ടി. അങ്ങനെ എനിക്ക് അയർലൻഡ് + UK സ്കോർ കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു.
അതിനുശേഷം എനിക്ക് മുന്നോട്ടുള്ള ഓപ്ഷൻ അയർലൻഡ് ഓർ UK ആയിരുന്നു. അങ്ങനെ CBT എഴുതാൻ വേണ്ടി നാട്ടിൽ വന്നു. ആദ്യം ഞാൻ പ്രിഫർ ചെയ്തത് ഉടമ്പടി എടുക്കാനാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെയാണ് ഓഗസ്റ്റ് 5 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ തന്നെ നിയോഗമായിട്ട് വെച്ചത് എനിക്ക് നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്നാണ്. എനിക്ക് അയർലൻഡിലാണോ UK ആണോ എന്നൊന്നും അറിയുമായിരുന്നില്ല. അങ്ങനെ എനിക്ക് ജനുവരിയിൽ ജോലി ലഭിച്ചു. ജോലി അന്നേരം ഒന്നും കിട്ടുന്ന അവസരമല്ലായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം UK ആൻഡ് അയർലൻഡ് ഈ 2025 സമയത്ത് ഫുള്ളി സ്റ്റോപ്പ് ചെയ്ത ടൈമാണ്. ഒന്നും തന്നെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് നേഴ്സിംഗ് ഹോമിലേക്ക് എനിക്ക് ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂവിനാണെങ്കിൽ 8 പേരുണ്ടായിരുന്നതിൽ ആകെ 3 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിലൊരാൾ ഞാനായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ജോലി ലഭിച്ചു. പിന്നീടുള്ള കടമ്പ ആപ്റ്റിറ്റ്യൂഡാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കി പോലെ തന്നെ 14 സ്റ്റേഷനുള്ള ഇതാണ്. എല്ലാം അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതും എനിക്ക് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. എനിക്ക് പഠിച്ച് പരീക്ഷ എഴുതുന്നതിനേക്കാൾ ആരെങ്കിലും ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് പ്രാക്ടിക്കൽ എക്സാം കടന്നു പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. വിജയശതമാനം വളരെ കുറവാണ്. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് മെയ് 17-18 പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. പിന്നീട് ജോലിക്ക് വേണ്ടിയിട്ട് പേപ്പർ വർക്കുകൾ വളരെ കൂടുതലാണ്. രജിസ്ട്രേഷനൊക്കെ കിട്ടാൻ പലർക്കും 1 മാസമൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ നഴ്സിംഗ് രജിസ്ട്രേഷൻ റെഡിയാവുകയും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നഴ്സായിട്ട് തന്നെ ജോലിക്ക് കയറാൻ പറ്റി. ജോലിക്ക് കയറിയെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളാണ് അവിടെ അനുഭവിച്ചത്. പെട്ടെന്നുള്ള ചേഞ്ചും അവിടെയുള്ള കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു. ഓരോ ദിവസവും ജോലിക്ക് പോകുന്നത് മാതാവിൻ്റെ ഉപ്പ് പോക്കറ്റിലിട്ടിട്ടാണ്. എനിക്ക് അത്രയും ബലമാണ് ഉപ്പ് കൊണ്ട് പോകുമ്പോൾ. മാതാവും കൂടെ ഉണ്ടെന്നുള്ളൊരു സാന്നിധ്യമാണ് എനിക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്നും കയറുമ്പോൾ വിശ്വാസവും പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറുക. അത്രയും ടെൻഷനോട് കൂടിയാണ് ജോലിക്ക് പോകുന്നത്. ഈശോയെ എൻ്റെ വലതുവശത്തും മാതാവ് എൻ്റെ ഇടതുവശത്തും ഉണ്ടാകണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം പല ബുദ്ധിമുട്ടുകളും ജോലിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിലും മാതാവാണ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത്. പിന്നീടുള്ള എൻ്റെ കടമ്പ എന്ന് പറഞ്ഞാൽ ഫാമിലി വിസയ്ക്ക് വെക്കണം, അതിന് മുന്നേ വീട് റെഡിയാക്കണം എന്നായിരുന്നു. എനിക്ക് ജോലി കിട്ടിയത് ഡബ്ലിൻ എന്നുള്ള സിറ്റി ഏരിയയാണ്. അവിടെ ഒരു വീട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. റെൻറ്റിന് തന്നെ വീട് കിട്ടാൻ വളരെ പാടാണ്. അതും ഭയങ്കര പൈസയാണ്. നമ്മൾ ഒത്തിരി രൂപ കൊടുക്കണം. അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് എനിക്ക് ജോലി. അപ്പോൾ അടുത്ത് തന്നെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഞ്ഞു കൊച്ചുള്ളതുകൊണ്ട് പോയി വരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളിടത്ത് ഞാൻ പല വീടുകളും പോയി കണ്ടു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഉപ്പ് പോക്കറ്റിലിട്ടുകൊണ്ട് പോകുമെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് യൂസ് ചെയ്യാൻ ഞാൻ മറന്നു പോകും. അങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ പല വീടുകളും കണ്ടു. അങ്ങനെ അവസാനം ഒരു വീട്ടിൽ ഒരു ചേട്ടൻ്റെ ഹെൽപ്പോട് കൂടി ഒരു വീട് കിട്ടി. അതും വളരെ അടുത്ത് ഒരു 5-6 ബസ് സ്റ്റോപ്പ് മാത്രം ദൂരമുള്ളിടത്ത്, അതും വളരെ റെൻറ്റ് കുറവുള്ള എനിക്കൊരു വീട് റെൻറ്റിന് ലഭിച്ചു. അത് മാതാവിൻ്റെ സഹായം കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫാമിലി വിസയ്ക്ക് വെച്ചിട്ടും പല കാരണത്താൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പിന്നീട് പലരും കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും എൻ്റേത് വരാത്തതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു. അന്നേരമാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. എനിക്ക് വന്ന് സാക്ഷ്യം പറയാനുള്ള സാഹചര്യം അല്ലാത്തത് കൊണ്ട് പിന്നീട് വരുമ്പോൾ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലൊരു ശക്തമായ തോന്നൽ മാതാവ് തോന്നിച്ചു, സാക്ഷ്യപ്പെടുത്തണം, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള തോന്നൽ. അപ്പം വിസ വരുന്ന സമയത്ത് വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വിസ ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയപ്പം ഞാൻ എന്തായാലും വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പോകാം, വിസ റെഡി ആയില്ലെങ്കിലും കുഴപ്പമില്ല, വന്നിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തി പൊക്കോളാം എന്ന് വിചാരിച്ചു. എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവെ പോകുമ്പോൾ ഒന്നിച്ചു പോകാനുള്ള അവസരം ഒരുക്കണേ, ഇനി പിള്ളേരെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ വരട്ടതെന്ന്. അങ്ങനെ എൻ്റെ പോരുമ്പോൾ ഞാൻ എന്ത് പറ്റും എന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നെങ്കിലും ഈ 3-ാം തീയതി ഫാമിലി വിസ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഈ 19-ാം തീയതി തിരിച്ചു പോവുകയാണ്. ഇത്രയും സഹായങ്ങൾ ചെയ്ത മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് കൊടുക്കും, ധ്യാനം എല്ലാം സ്റ്റാറ്റസ് ഇടും. പിന്നെ മെയിനായിട്ട് പത്രങ്ങൾ ഇവിടെ ഞാൻ ഒരു 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഒരു പ്രാവശ്യം മമ്മിയെ കൊണ്ട് പത്രങ്ങൾ മേടിപ്പിച്ച് എല്ലാ പ്രാവശ്യവും അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് ഞാൻ നാട്ടിലുള്ള സമയങ്ങളിൽ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് അവിടെ പോയി നിന്ന് അവർക്ക് വിളമ്പി കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ മമ്മിയോ അല്ലെങ്കിൽ ഫാദറിനെയോ ഏൽപ്പിച്ചിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പൈസ
പൈസ കൊടുക്കാറുണ്ട്. കുമ്പസാരം ആണെങ്കിലും ഞാൻ എല്ലായ്പ്പോഴും ഒന്നും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എത്രയും പെട്ടെന്ന് മാക്സിമം ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ മലയാളം കുർബാനയുള്ള സ്ഥലം തപ്പി പിടിച്ച് പോകും. തണുപ്പുള്ളതാണെങ്കിലും കുർബാനയ്ക്ക് പോകാൻ മടിയാണ്. പക്ഷേ മൈനസൊക്കെ വന്നു കഴിയുമ്പോൾ പുറത്തിറങ്ങാൻ അത്രത്തോളം തണുപ്പാണെങ്കിലും എനിക്ക് പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പോയി കുർബാന കൂടാറുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അടുത്ത് തന്നെ ഒരു ഇംഗ്ലീഷ് പുള്ളി. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജസ്മി, ഇതെൻ്റെ ഹസ്ബൻഡ് ദിനൂപ്. ഞാൻ ഉടമ്പടി എടുത്തത് 13/10/2022 ഞങ്ങൾ ഇൻഫൻറ്റ് ജീസസ് ചർച്ച് തൊണ്ടത്തുങ്കട് വരാപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ, മെയിലാണ് ലീവിന് വന്നപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതുക്കിയിരുന്നു. അപ്പോൾ അതിലൊരു നിയോഗമായി വെച്ചത് ഫാമിലിയുമായിട്ട് ഒന്നിച്ച് താമസിക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിൽ നഴ്സായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലും മക്കൾ ഇവിടെയുമാണ്. അപ്പോൾ ഞങ്ങളൊരു നിയോഗം അങ്ങനെ വെച്ചു. പക്ഷെ അത് ഏത് വഴിയുടെ കൂടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ നിയോഗം വെച്ചിട്ട് പോയി. അങ്ങനെ ഇപ്രാവശ്യം ലീവ് കഴിഞ്ഞ് പോയപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിള്ളേരെ വിട്ടു പോകുന്നതിനുള്ള സങ്കടം ഭയങ്കരമായിരുന്നു. എല്ലാ പ്രാവശ്യവും ഉണ്ടെങ്കിലും അതൊരു ഒരാഴ്ച കഴിയുമ്പോൾ മാറും. ഇപ്രാവശ്യമാണെങ്കിൽ അത് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ സങ്കടം കണ്ട് എൻ്റെ അനുജത്തി അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ എന്നോട് ചോദിച്ചു എന്താണ് കാരണം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിങ്ങളുടെ അവിടെ, അവൾ ഫാമിലിയുമായിട്ടാണ് താമസിക്കുന്നത്, അപ്പം അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവിടെ ഡയറക്റ്റായിട്ടൊന്നും പറ്റില്ല, ഞാൻ വന്ന ഏജൻസിയിലൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ നിലവിൽ വേക്കൻസീസ് ഒന്നും ഇല്ല എന്നുള്ളൊരു റിപ്ലൈ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേ അവളുടെ നഴ്സിംഗ് ഹോമിൽ അവളുടെ HR വരികയും അവൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ എൻ്റെ കാര്യമാണ് ഫസ്റ്റ് അവൾ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് മെയിൽ ഐ ഡി തരാം, ബയോഡേറ്റ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബയോഡേറ്റ സെൻഡ് ചെയ്തു. ഒരു റിപ്ലൈയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ 1 മാസം അങ്ങനെയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉള്ള മറുപടി ആയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ബയോഡേറ്റ ഒന്ന് സെൻഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾക്കറിയാം ഹസ്ബൻഡ് നേഴ്സിംഗ് എയ്ഡ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിലവിടെ അക്സെപ്റ്റബിൾ അല്ല. കാരണം ഞങ്ങളത് അന്വേഷിച്ചിരുന്നു, ഏജൻസിയിൽ അതൊരു അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞത് കാരണം ഞങ്ങളത് ബയോഡേറ്റ സെൻഡ് ചെയ്യാൻ ഞങ്ങൾക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അമ്മച്ചിയുടെ നിർബന്ധപ്രകാരം ഞങ്ങളത് ബയോഡേറ്റ സെൻഡ് ചെയ്ത് ഒരു 2 ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡിന് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതകരമായി. കാരണം ഞാനൊരു ഇൻ്റർവ്യൂ 1 മാസമായിട്ട് ഞാൻ ചോദിച്ചിട്ട് അവർ എനിക്ക് തന്നില്ല. അപ്പോൾ ഹസ്ബൻഡിന് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ മാതാവ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കും ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തതാ. അങ്ങനെ എൻ്റെ ഒരു ശല്യം സഹിക്കാതെയാണെന്ന് തോന്നുന്നു മാതാവ് 2 ദിവസത്തിനുള്ളിൽ എനിക്കും ഒരു ഇൻ്റർവ്യൂ ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഒരു 1 hour എടുത്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു 2 പേർക്കും. ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ അവർ പറഞ്ഞു 2 പേരും പാസ്സായിട്ടുണ്ട് എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാതാവ് ഓടി നടന്ന എല്ലാ കാര്യം ചെയ്ത പോലെയാണ്. ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ, പിറ്റേ ദിവസം കോൺട്രാക്റ്റ്, പിന്നെ ഞങ്ങൾക്ക് ഒരു 8-10 ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അത് റെഡിയായി. പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ അതും 2 മാസം, എല്ലാത്തിനും ഞങ്ങൾക്കൊരു 2 മാസം അതിൽ പിടിച്ചുള്ളൂ. വർക്ക് പെർമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളോട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ ഡയറക്റ്റ് ആയത് കാരണം ആ ഒരു സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാനുള്ള ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒത്തിരി തവണ ഞങ്ങൾ ട്രൈ ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ഇത് യേശുവിന് വേണ്ടായിരിക്കും, യേശു വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് ഞങ്ങളത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് ഞാനിങ്ങനെ ബൈബിളിൽ കൂടെയാണ് എപ്പോഴും ഞാൻ യേശുവിനോട് സംസാരിക്കാറ്. എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ യേശു ബൈബിളിൽ കൂടെ തന്നെ പറഞ്ഞു തരാറ്. അന്ന് എനിക്ക് കിട്ടിയ വചനമെന്ന് പറഞ്ഞാൽ ഏഷ്യ 22:22 ആയിരുന്നു. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കും, ഞാൻ അടച്ചാൽ ആരും തുറക്കുകയോ ഞാൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ ഇല്ല എന്നുള്ളത്. അത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പറയുന്ന ഈ വചനം തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് മുന്നോട്ട് പോകുമെന്നാണ് ഈശോ പറയുന്നത്, അതെല്ലാം ശരിയാവുമെന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ
പിന്നെ എനിക്ക് ബൈബിൾ എടുക്കുമ്പോൾ 3 എന്നുള്ള ഒരു സംഖ്യ എനിക്ക് എപ്പോഴും കിട്ടുമായിരുന്നു. എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ നടന്നത് 13, പിന്നെ ഈ വർക്ക് പെർമിറ്റിൻ്റെ അത് വന്ന് ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് 3 എന്നുള്ളതായിരുന്നു. പക്ഷേ 3 എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ ഞങ്ങൾക്ക്, എനിക്കറിയില്ല, മാതാവ് ആരെയോ ശരിയാക്കി, അയർലൻഡിൽ എൻ്റെ അനിയത്തിയുടെ തന്നെ ഒരു ഫ്രണ്ടിനെ റെഡിയാക്കി ഞങ്ങൾക്കത് വർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റി. അതൊരു 3-ാം തീയതി 12 മണിക്ക് ഒരു 11:55 രാത്രി 11:55 ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങളത് കൊടുത്തു. ഞങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വർക്ക് പെർമിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്ന്. ഇവിടെ നവംബർ ലാസ്റ്റിലായിരുന്നു, 2025 നവംബർ ലാസ്റ്റിലാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സ്ലോട്ടൊന്നും അവൈലബിൾ അല്ല. ഡിസംബർ 15 ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കറിയില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് മാതാവ് തന്നെ വേഗം 2 ദിവസത്തിൽ ഇത് നവംബർ 26 ഞങ്ങൾക്ക് വിസയ്ക്കുള്ള ഡേറ്റ് കിട്ടി. അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോഴും ഞങ്ങളോട് പറഞ്ഞത് ഡിസംബറിൽ ലീവാണ്, പിന്നെ കുറേ ലീവ് വരുന്നുണ്ട്, അപ്പോൾ ഒത്തിരിയേറെ താമസിക്കും, ജാനുവരി ന്യൂ ഇയർ ആണ്, അതും താമസിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ജാനുവരി 23, അതും എനിക്ക് 23-ാം തീയതിയാണ് എനിക്ക് എൻ്റെ വിസ കൈ കിട്ടിയത്. ഹസ്ബൻഡിന് 3-ാം തീയതിയാണ്, ഫെബ്രുവരി 3-ാം തീയതിയാണ് വിസ കൈ കിട്ടിയത്. ഒക്കെ എനിക്ക് 3 എന്ന് പറഞ്ഞൊരു സംഖ്യയിലായിരുന്നു. മാതാവ് ശരിക്കും ഇതിൽ ഞങ്ങൾക്ക് മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് വിസയും പാസ്പോർട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്, മാതാവിനെ കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ടിക്കറ്റ് ഈ 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ 20-ാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും 1000 നന്ദി, കൊടാനുകൂടി നന്ദി. ഒത്തിരിയേറെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വലിയൊരു കാര്യമാണ്. ഇതെനിക്കൊരു ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായതോടെ എനിക്ക് സാക്ഷ്യപ്പെടുത്താതെ ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, എനിക്ക് അബുദാബിയിൽ വെച്ച് ഞാൻ പത്രം കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോടും പിന്നെ പള്ളികളിലും ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അല്ലാതെ കാരുണ്യപ്രവൃത്തി എനിക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റാറില്ല. അവിടെ ഞങ്ങൾ അഖണ്ഡ ജപമാലയുണ്ട്, അഖണ്ഡ ജപമാല കൂടുകയും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും അങ്ങനെ ആത്മീയപരമായി ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ ശ്രദ്ധ ചെലുത്തി പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പത്രം വീടുകൾ തോറുമാണ് കയറി ഇറങ്ങിയാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞങ്ങളുടെ അവിടെ ഒരു മരിയൻ ചാരിറ്റബിൾ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും പോയി പറ്റുന്നത് ഇതിലൊക്കെ ഞാൻ പോകുമായിരുന്നു. പോയി അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിനും യേശു തിരുക്കുമാരനും കൊടാനുകൂടി ഞാൻ നന്ദി. എൻ്റെ പേര് അനിത. ഞാൻ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറ്റിൽ ഇരുന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 നവംബർ 16-ാം തീയതി. ആദ്യമായിട്ട് ഞാൻ അൽത്താറയിൽ എൻ്റെ തിരുക്കുമാരനും മാതാവിനും നന്ദി പറയുന്നു. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഒരു വീടും സ്ഥലവും വേണം എന്നാഗ്രഹിച്ചായിരുന്നു ഉടമ്പടി എടുത്തത്. ഞാനൊരു കുഞ്ഞു വീടും 5 ലക്ഷം രൂപയ്ക്ക് ഒരു 5 സെൻറ്റ് വീടുമാണ് ഞാൻ ഈശോയോടും മാതാവിനോടും ചോദിച്ചത്. എൻ്റെ ഈശോയും മാതാവും എനിക്ക് തന്നത് 15.5 ലക്ഷം രൂപയ്ക്ക് 15 സെൻറ്റ് സ്ഥലം 3 നില വീടുമായിരുന്നു എനിക്ക് അനുഗ്രഹിച്ച് തന്നത്. ഈ സ്ഥലത്തിൻ്റെ കാര്യം വന്നപ്പം തലേദിവസം എനിക്കൊരു ചായ കുടിക്കാൻ പോലും 15 രൂപ എടുക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. എന്നിട്ടാണ് ഈ 15.5 ലക്ഷം രൂപ, അതുപോലെ ഈ ആധാര എഴുത്തൊക്കെ ആയിട്ട് അങ്ങനെ 1 ലക്ഷത്തി സംതിങ് ആയിരുന്നു. എല്ലാം കൂടെ 15 ദിവസം കൊണ്ട് തന്നെ എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്ന് നാളെയാണ് ഞങ്ങൾ ആ വീട്ടിലോട്ട് താമസം മാറാൻ പോകുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്കൊരു ജോലി. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു, സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ 2025 മാർച്ച് 1-ാം തീയതി അവിടെ റിസൈൻ വെച്ചു. റിസൈൻ പീരീഡിൽ ഞാൻ മാതാവിനോടും ഈശോയോടും ചോദിച്ചാണ് എനിക്കൊരു ജോലി, ഇവിടെ നിന്ന് ഇറങ്ങുമ്പം എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാതാവ് ഈശോ എനിക്ക് അനുഗ്രഹിച്ച് തന്നാണ്. ഞാൻ ഏപ്രിൽ 24 എൻ്റെ റിസൈൻ പീരീഡ് അവിടെ കംപ്ലീറ്റ് ആകുന്നത്. ഏപ്രിൽ 11-ാം തീയതി തന്നെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചൊരു ജോലി തന്നു. ഇപ്പം ഞാൻ ചപ്പാത്തിൽ
വണ്ടിപ്പെരിയാർ ചപ്പാത്തിൽ ആലടി ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. 10 മാസമായി ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ട്. മാതാവിൻ്റെ പ്രസൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. മാതാവിൻ്റെ മുല്ലപ്പൂ സുഗന്ധം ആദ്യമൊക്കെ ഉടമ്പടിയിൽ ആ 90 ദിവസം ഭയങ്കര ഇതായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഞാൻ ഉഴപ്പിയായിരുന്നു. ബൈബിൾ വായന അതുപോലെ ധ്യാനമൊന്നും ഞാൻ കൂടുന്നില്ലായിരുന്നു. പക്ഷേ ഓരോ അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ പിന്നെ കേട്ടു ബൈബിൾ വായിക്കണം. അതുപോലെ തന്നെ ഓരോന്നും കേൾക്കും തോറും ഒരുപാട് ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരു പാലിയേറ്റീവ് നേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് രോഗികളെ ഞാൻ കാണുന്നുണ്ട്. എല്ലാ രോഗികളെയും ഞാൻ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ സാലറി ഇരുന്ന് ഒരു ചെറിയ വിഹിതം എടുത്തു വെച്ച് മരുന്നില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഡയപ്പർ, അതുപോലെ അവരെ ഞാൻ സഹായിക്കുന്ന വെച്ചാൽ ഈ നോക്കാൻ ആരുമില്ലാത്ത അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഒരു മടി കൂടാതെ ഞാൻ കുളിപ്പിക്കും. അതുപോലെ ഡയപ്പർ മാറ്റി കൊടുക്കും. അവിടെ ചെല്ലുമ്പം അവർക്ക് എന്തൊക്കെ ചെയ്യണം എല്ലാം ചെയ്തു കൊടുക്കും. ഒരു മടിയില്ലാതെ ഞാൻ ചെയ്യുമായിരുന്നു. അതുപോലെ പത്രം വാങ്ങിച്ചിട്ട് വന്ന് ഞാനും എൻ്റെ കൊച്ചും കൂടെയാണ് ഓരോ വീടുകളിൽ, അത് ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ ഒന്നും അല്ലായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, എല്ലാവർക്കും കയറി കൊടുക്കുമായിരുന്നു. അതുപോലെ എനിക്ക് ശരിക്കും മാതാവിനെ അറിയാം. ഞാൻ ഒരു ഹിന്ദുവാണ്, പക്ഷേ ഈശോയെ എനിക്കറിയില്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഈശോയും ഈശോയുടെ വചനങ്ങളും ഒരുപാട് ഞാൻ കേട്ട് ഇപ്പം എനിക്ക് ഈശോയെ നന്നായിട്ടറിയാം. മാതാവിനോട് ചോദിച്ചാൽ മാതാവ് ഈശോയോട് അത് വാങ്ങിച്ചു തരും എന്നുള്ള ഉറപ്പുണ്ട്. ഞാൻ മനസ്സ് ഒന്ന് ആഗ്രഹിച്ചാൽ മതി, അതെനിക്ക് കിട്ടും. നാളെയാണ് ഞങ്ങൾ കയറി താമസം വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് കയറി താമസിക്കാൻ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് അതിൻ്റെ മുമ്പ് എൻ്റെ മാതാവിനെ ഈശോ ഒന്ന് കാണണമെന്ന്. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. പിന്നെയാണ് എൻ്റെ കുഞ്ഞിന് 6 വയസ്സുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം ഞങ്ങൾ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ആഗ്രഹിച്ചായിരുന്നു കുഞ്ഞിനൊരു നല്ലൊരു സ്കൂള്. ഏപ്രിൽ മാസം ആയതുകൊണ്ട് അഡ്മിഷൻ എല്ലാ സ്ഥലത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ എൻ്റെ കുഞ്ഞിന് നല്ലൊരു സ്കൂൾ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. CBSE പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പണ്ട് ഒരു കൊച്ചിന് 1 വയസ്സുള്ളപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കൊച്ചിനെ ഗ്രേസ് ഗാർഡ് മാട്ടുക്കട്ട അവിടെ പഠിപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും നടക്കാത്തതാണ്, ഒരുപാട് ഫീസും ഉണ്ട്. അതുപോലെ അവിടെ ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഇരുന്ന് വിട്ട് ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ മാതാവ് ഈശോ എനിക്ക് തന്നത്, ഞങ്ങളൊരു വാടക വീട് എടുത്തായിരുന്നു. അത് മാട്ടുക്കട്ടയിൽ തന്നെ കൊച്ചിന് നടന്നു പോകാം, 10 മിനിറ്റ് നടന്ന സ്കൂളിലെത്തുന്നത് കൂട്ടുള്ള ഒരു വീടാണ് വാടക വീട് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ വെച്ചാണ് ഞങ്ങൾ കൊച്ചിനെ പഠിപ്പിക്കാനൊക്കെ വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ വീട് സ്ഥലവും വാങ്ങിച്ചിരിക്കുന്നത് മ്ലാമല എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡ് സൈഡ്, വണ്ടിപ്പെരിയാറ്റി ഇരുന്ന് പോകുന്ന മെയിൻ റോഡ് സൈഡാണ് സ്ഥലവും വീടും വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിനെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ബസ് വീടിന് മുറ്റം വരെ വരും. ഈ മാട്ടുക്കട്ട സ്കൂളിൽ തന്നെ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റും. എൻ്റെ ഈശോയും മാതാവും അനുഗ്രഹിച്ച് തന്ന, പണ്ടെന്തോ ആഗ്രഹിച്ചാണ് ഞാൻ 1.5 വയസ്സുള്ളപ്പം ആഗ്രഹിച്ചാണ് എൻ്റെ ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനുള്ള അനുഗ്രഹം തരുമോ എന്നുള്ളത്. പക്ഷേ മാതാവ് അങ്ങ് അനുഗ്രഹിച്ച് ഈശോയോട് വാങ്ങിച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എന്നും ഈ ഉടമ്പടി ജീവിതം തന്നെ ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയും മാതാവിനും ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതിൻ്റെ 3 ഇരട്ടിയാണ് എൻ്റെ ഈശോയും എൻ്റെ മാതാവും ഞങ്ങൾക്ക് തന്നത്. എനിക്കൊരു സ്ഥലത്ത് ഇങ്ങനെ കയറി നിന്ന് സംസാരിക്കാൻ പേടിയാണ്, വിറയ്ക്കും. പക്ഷേ എൻ്റെ ഈശോയുടെ കൃപയാളും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താളും ഞാൻ ഇവിടെ കയറി നിന്ന് സംസാരിക്കാനുള്ള എൻ്റെ ഈശോ അനുഗ്രഹം തന്നിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതല്ല ഈ 15.5 ലക്ഷം രൂപയ്ക്ക് ഒരു വീടും സ്ഥലവും വാങ്ങിക്കുക എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ കഴിവല്ല, എൻ്റെ ഈശോ തന്ന കൃപയാലാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെയാണ് ഞങ്ങൾ അവിടെ കയറി താമസിക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിന് പനിക്കുമായിരുന്നു, മാസത്തിൽ 2 വട്ടം പനിക്കും. 2 വട്ടവും ചെന്ന് ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ മാത്രം മാറുകയുള്ളൂ. കണ്ടിന്യൂസ് പനിയായിരുന്നു, അതും പനിക്കുന്നത് 1 or 2 ഒക്കെ ആയിരുന്നു. അപ്പം നല്ല പേടിയുണ്ടായിരുന്നു. അന്നേരം ഈ ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ കൊച്ചിന് പനി വന്നിട്ടില്ല. ലാസ്റ്റ് പനി വന്നതെന്ന് വെച്ചാൽ 2024 ജനുവരി 1-ാം തീയതിയാണ് ന്യൂമോണിയ ആയിട്ട് കൊച്ച് ഒരാഴ്ച അഡ്മിറ്റായിരുന്നു അമൃതയിൽ. പിന്നെ എൻ്റെ കൊച്ചിന് പനി വന്നിട്ടില്ല. ഇപ്പോഴും എന്നും ഉടമ്പടി തൈലവും ഉപ്പും എന്നും അവന് കൊടുക്കുന്നുണ്ട്. ഒരു പനിയോ ജലദോഷം വന്നാൽ പോലും ചെറിയ രീതിയിൽ വരുന്നതും ഒരു ഹോസ്പിറ്റലിൽ പോകണ്ട, അവന് മരുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈശോയുടെ ഉപ്പും തൈലവും മാത്രം മതി, അവനെല്ലാം മാറിക്കോളും. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞും ഒരുപാട് പ്രാർത്ഥനകൾ അറിയാം.
അവനെ എല്ലാം മാതാവിന് ഈശോ അറിഞ്ഞ് തന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വളരണം. അതുപോലെ എൻ്റെ കൊച്ചിന് എല്ലാ അനുഗ്രഹം ഈശോയും മാതാവും തരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ലൈസൻസ് 2 വീലറിൻ്റെ ലൈസൻസിന് വേണ്ടി കുറേ ട്രൈ ചെയ്തു. ഒരു 4-5 വട്ടം ചെന്ന് ഫെയിലാകുമായിരുന്നു ചെയ്തത്. ഈശോയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവഗീതമാണെങ്കിൽ മാത്രം, ഞാൻ പിടിച്ചു വാങ്ങിച്ചില്ല, ചോദിച്ചു, ദൈവഗീതമാണെങ്കിൽ മാത്രം എൻ്റെ ഹസ്ബൻഡിന് ലൈസൻസ് ഒന്ന് തരണേന്ന്. ഈശോ അങ്ങ് അനുഗ്രഹിച്ച് എൻ്റെ ഹസ്ബൻഡിന് ലൈസൻസ് നൽകി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊച്ചും ഞാനുമായിട്ട് എല്ലാവർക്കും കൊടുക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ സാലറിയിൽ തന്നെ ഒരിച്ചിരി, ഒരുപാട് എനിക്ക് പറ്റത്തില്ല, എന്നാലും ഒരിച്ചിരി ഇത് മാറ്റി വെച്ച് ഞാൻ കൊടുക്കും. എന്നും ഈശോയും മാതാവിനും അറിഞ്ഞും അതുപോലെ ഈ ഉടമ്പടി ജീവിതം എന്നും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള അനുഗ്രഹം വേണമെന്ന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ തിരുക്കുമാരനും എൻ്റെ മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞ്